എന്ത് പ്രാവോ? പ്രാവ് അത്ര പ്രാവ് തന്നെ അപ്പട്ട് വെച്ചിട്ടുണ്ടോ ക്യാമറക്കകത്ത് മൊട്ട പ്രാവ്. യാരത്? സാഗർ ഏലിയാസ് ജാക്ക്. യാരത്? യാരത്? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായി പോയി. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഒടച്ച് കയ്യിൽ തരിഞ്ഞാൻ. നിനക്കൊരു കാര്യം അറിയോ? ഹേ തും കുത്താ മേം കുത്താ ലവ് ഹേ. അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. കിട്ടി സാർ കിട്ടി. ഇതാണ് സുന്ദര. ഇവനെയാണോ സുന്ദര എന്ന് വിളിച്ചത്? ये जिंदगी चल तो रही थी पर तेरे आने से मैंने जीना शुरू किया. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇന്ദുന്റെ ബ്രദർ. मैं कामयाब होने के लिए नहीं, काबिल होने के लिए पढ़ो. सक्सेस के पीछे मत भागो, एक्सेलेंस एक्सेलेंस का पीछा करो. सक्सेस झक मार के तुम्हारे पीछे आएगी. ഫാമടാ എടാ ഫാം ഫാം ഫാം. അയ്യോ അന്നാ ഡ്രൈവറിന് പതുക്കെ ഓടിക്കാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എടാ ഫാം ഹൗസ് എടാ. എടാ ഫാദറിന്റെ എഫ് കാതറിന്റെ വൈഫാ. കാതറല്ലടാ കൂതറെ. ഫാദറിന്റെ എടാ ഫ്രീസറിന്റെ എഫ് ബ്രീസറിന്റെ കപ്പ. എന്റെ ദൈവമേ. എടാ എടാ ഫുള്ളിന്റെ എഫ് ഫുള്ളിന്റെ ഹാഫ് പൈന്റ്. എടാ ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ ചിയേഴ്സ്. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ച്. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് തോന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കല്യാണക്കുറി കാണിക്കടാ. വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. ചോറ് എനിക്കിനി ചോറ് വേണ്ട. അതെന്താടാ നിനക്ക് ചോറ് വേണ്ടാത്തെ? നീ ഉണ്ണടാ. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള. ശനിയാഴ്ച എന്നെ ഇപ്പൊ സിനിമയ്ക്ക് കൊണ്ട് കേട്ടാ. ഏടെ ലോട്ടസില് കാലാപ്പാനി സൂപ്പർ പടം. ഇനി അതിലുള്ള പാട്ട് കണ്ട മോഹൻലാലും താപവും കൂടിയല്ലോ. ചെമ്പുവേ ഇല്ലടാ, ഉപ്പ എന്റെ കണ്ണു കുത്തിക്കളഞ്ഞു. സാരമില്ല, ചിത്രഗീതം വരുമ്പോ നോക്കിയാ മതി. ഇനി കണ്ട ഞാൻ ഫുള്ളും കണ്ട്. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ എന്നെ ഇഷ്ടാവൂടാ. ഇനി കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരുടെ കാമുകന്മാരെ കണ്ടില്ലേ? എന്താ തനി ഓളന്മാരായിരിക്കും. അപ്പൊ ഒരു ചാൻസ് ഉണ്ടല്ലേ? അന്ന് ഐ ലവ് യു പറഞ്ഞതിന്റെ മറുപടി ഇന്ന് വരും നാളെ വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി വരുന്നു പറഞ്ഞോലേ. ഓ എനിക്കൊക്കെ സുഖല്ലേ? ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു, 2 സിമ്മുള്ള ഫോണ്. ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര്. ഒരു ഇംതിഹാസം അവന്റെ അമ്മൂമ്മയുടെ 6 പാക്കും. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക്? ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ 6 പാക്ക് ഉണ്ടായിട്ടാ? ഇതിനെയൊക്കെ കാണുമ്പോഴാ വീട്ടിയിരിക്കുന്നതിനൊക്കെ എടുത്ത് കിണറ്റിയിടാൻ തോന്നുന്നു. നെഞ്ചുക്കുള്ളേ പുതുരാഗം പോലെ என்றென்றும் உன்னை காதல் செய்யவா